രാഷ്ട്രീയക്കാരന് വേണ്ടത് സ്വന്തം നിലപാടിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ്. അതിനപ്പുറം സ്വന്തം പാർട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് കൂടി വേണം. അതില്ലാത്തിടത്തോളം കാലം ശശി തരൂർ പൂർണ്ണ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വോട്ടർ പട്ടികയിലെ കള്ളത്തരം രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിച്ചപ്പോൾ ഒപ്പം നിന്ന തരൂർ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടികയെ ഈ രാജ്യം മുഴുവൻ എതിർത്തിരിക്കുന്ന ഈ സമയത്ത് തരൂർ അതിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ എന്തിനാണ് തരൂര് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തത്, അറസ്റ്റ് വാങ്ങിയത്, പ്രതികരിച്ചത് എന്നൊന്നും മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയപരമായിട്ടോ കാഴ്ചപ്പാടുപരമായിട്ടോ എങ്ങോട്ട് വ്യതിചലിക്കണമെന്നൊരു ബോധം തരൂറിന് നഷ്ടമായിരിക്കുന്നു. വോട്ടർ പട്ടിക വർഷം തോറും പുതുക്കുന്നത് നല്ലതാണ് എന്നാണ് തരൂറിന്റെ അഭിപ്രായം. ഒരു കാരണവുമില്ലാതെ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെന്ന് മുദ്രകുത്തുന്നതും ഒരു കൂട്ടം ആളുകളെ പുറത്താക്കുന്നതും അവരുടെ വോട്ടവകാശമെന്ന അവകാശത്തെ മുറിക്കുന്നതും നല്ലതാണ് എന്നാണ് തരൂർ ഇപ്പോൾ പറയുന്നത്. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിച്ച തരൂരാണ് ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞത്. വോട്ട് ഇരട്ടിപ്പ്, മരിച്ചുപോയ വോട്ടർമാർ, സ്ഥലം മാറിപ്പോയവർ എന്നിങ്ങനെ പട്ടികയിൽ ഉണ്ടാകും. വിശാലമായ കാഴ്ചപ്പാട് ഇത് പരിഗണിക്കേണ്ട വിഷയമാണെന്നും ആധുനിക സാങ്കേതിക വിദ്യകൾ ഇതിനായി കമ്മീഷൻ ഉപയോഗിക്കാമെന്നുമാണ് തരൂർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും നല്ല സമീപനം ഈ കാര്യങ്ങളെ വളരെ തുറന്ന രീതിയിൽ അഭിമുഖീകരിക്കുക എന്നതായിരിക്കണമെന്നും തരൂർ പറഞ്ഞു വെച്ചു. ഒരു വോട്ടർക്കും തെരഞ്ഞെടുപ്പിന്റെ നീതിയെക്കുറിച്ച് അവരുടെ മനസ്സിലും ഹൃദയത്തിലും സംശയം തോന്നരുത് എന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ തരൂർ പറഞ്ഞു. ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ പിന്തുണച്ചുകൊണ്ട് തരൂർ ഒപ്പുവെക്കുകയാണ്. ഇത് അത്യന്തം ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് വ്യാപക പ്രതിഷേധമാണ് നടത്തിയത്. വ്യാപകമായി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് BJPക്ക് അനുകൂലമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നു എന്നായിരുന്നു പ്രധാനമായിട്ടും ഉയർത്തിയ ആരോപണം. ഇതിനു പുറമെ വോട്ടർ പരിഷ്കരണത്തിന്റെ മറവിൽ പൗരത്വ രജിസ്ട്രേഷൻ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടും കോൺഗ്രസ് തുറന്ന വിമർശനം ഉയർത്തിയിരുന്നു. വോട്ട് മോഷണം അടക്കം ഉയർത്തി ബീഹാറിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാറാലി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ കൂടിയായിരുന്നു റാലി സംഘടിപ്പിച്ചത്. ബീഹാറിലെ 20 ജില്ലകളിലൂടെ 1300 കിലോമീറ്റർ ആയിരുന്നു റാലി കടന്നുപോയത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ലാലു പ്രസാദ് യാദവ്, ദീപാങ്കർ ഭട്ടാചാര്യ അടക്കമുള്ള റാലിക്ക് പിന്തുണയുമായിട്ട് എത്തിയിരുന്നു. കോൺഗ്രസ് വിഷയത്തിൽ ശക്തമായി നിലയുറപ്പിക്കുമ്പോഴാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെക്കുറിച്ച് പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മുൻപ് ശശി തരൂർ സ്വീകരിച്ച പല നിലപാടുകളും കോൺഗ്രസിനെ വെട്ടിലാക്കിയതാണ്. ഒരിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതുമാണ്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്കെതിരെ തരൂർ പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ കുറിപ്പും വലിയ വിവാദമായിരുന്നു. നീണ്ട 21 മാസം എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടു എന്നായിരുന്നു തരൂർ പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു. അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ തരൂർ ഇന്ന് കൂടുതൽ ശക്തമായ ജനാധിപത്യമുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. തുടർച്ചയായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതോടെ തരൂറിനെതിരെ ഹൈക്കമാൻഡിൽ അമർഷം ഉയർന്നിരിക്കുകയാണ്. തരൂരിനെ കയറൂരി വിടരുത് എന്ന് മോദിയെ പുകഴ്ത്തിയും കോൺഗ്രസിനെ ഇകഴ്ത്തിയുമുള്ള പ്രതികരണങ്ങൾ ഗൗരവപരമായി കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ തരൂർ BJPയിലേക്ക് പോകുമെന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തരൂർ തന്നെ അത് തള്ളി രംഗത്തേക്ക് എത്തിയിരുന്നു. നിലപാടില്ലായ്മ അതാണിപ്പോൾ തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.